വാട്ട്സ് അപ്പ് എവരിവൺ, മിനിറ്റ്സ് ഇൻ മധുരയുടെ മറ്റൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ഹോപ്പ് ലാസ്റ്റ് ഇറങ്ങിയ 2 വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് പോയി കാണുക. ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മധുരൈ മീനാക്ഷി അമ്മൻ കോവിൽ പരിസരത്തൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഓൾമോസ്റ്റ് 9:30 അത്യാവശ്യം വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയുള്ള ലോക്കൽ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് തുറന്നു വരുന്നേ ഉള്ളൂ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണ വഴിക്ക് ജസ്റ്റ് ഒരു ഫുഡ് സ്പോട്ട് കണ്ടുവച്ചായിരുന്നു. വലിയ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സ്പോട്ടാണ്. ആൻഡ് അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു നെയർ റോസ്റ്റ് ട്രൈ ആക്കി നോക്കാം. ചെറിയൊരു ഫുഡ് വീഡിയോ, ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ, അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് ആ ഒരു ഷോപ്പ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറിപ്പോയി നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കാം. ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലോട്ടേക്ക് വരുമ്പോഴത്തേനും ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ നിന്ന് എന്തായാലും ഓർഡർ ചെയ്യാം. നിന്ന് കഴിക്കണമെങ്കിൽ നിന്ന് കഴിക്കാം, ഇരുന്ന് കഴിക്കണമെങ്കിൽ ഇരുന്ന് കഴിക്കാം. എന്തായാലും നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. പിന്നെ ഇവിടുത്തെ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണ്ട, മൊത്തം തമിഴാണ്. ഒന്നും മനസ്സിലാവത്തില്ല, ഒന്നും അറിയാൻ പാടില്ല. പിന്നെ ഈ ഒരു സൈഡിൽ എന്തോ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വീറ്റ്സ് കേക്ക് ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ്. കിച്ചണും കാര്യങ്ങളൊക്കെ ഇതാണ് വേണ്ടത്. നോക്കാം. ഗീ റോസ്റ്റ് എടുക്കാം. ഒരു ഗീ റോസ്റ്റ്, ഒരു വട. നമ്മളിപ്പോൾ ഒരു ഗീ റോസ്റ്റും ഒരു വടയും പറഞ്ഞിട്ടുണ്ട്. സമയം 10 മണി ആയിട്ടുണ്ടെങ്കിലും ഭയങ്കര ചൂടാണ് ഇവിടെ. ആൻഡ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ റോസ്റ്റും കാര്യങ്ങളും മേടിച്ചിട്ടുണ്ട്. നിന്നാണ് കഴിക്കണത്. ആക്ച്വലി ഇർഫാൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ നിന്ന് കഴിക്കുന്ന ഒരു സെറ്റപ്പ്. മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഞാൻ കർണാടകയിൽ, ബാംഗ്ലൂർ പോയിട്ട് അവിടെ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ടേസ്റ്റ് ചെയ്യണേന് ഇതാണ് നമ്മുടെ പ്ലേറ്റ്. സാമ്പാർ, ചട്നി, ഗീ റോസ്റ്റ്, വട, ഇത്രയും പേർക്ക്. ഗീ റോസ്റ്റിന് 50 രൂപ, വടക്ക് 8 രൂപ, മൊത്തം 58 രൂപ. ഞാനൊരു 7 മേടിച്ച് അതിന് ഒരു 40 രൂപ. ശരിക്കും ഗീ റോസ്റ്റും സാമ്പാറും സൂപ്പർ. അതായത് വളരെ റാൻഡമായിട്ടൊരു ഷോപ്പിൽ കയറി തന്നെയാണ്. ഹെവി ആയിട്ടുണ്ട്. വടയാണെങ്കിലും അടിപൊളി. ഞാൻ അത്ര ചട്നി പേഴ്സണല്ല, ചട്നി ഞാനങ്ങനെ കഴിക്കാറില്ല. അത് കാരണം ചട്നി എന്നെ എത്രത്തോളം ഇൻട്രസ്റ്റ് ചെയ്യാനില്ല. എന്തായാലും നൈസായിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ആ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഇത് ഈ ബാക്കിൽ കാണാനാണ് ആ ഒരു ഷോപ്പ്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വളരെ റാൻഡമായിട്ട് നമ്മൾ കയറിയ ഒരു ഷോപ്പാണെങ്കിൽ പോലും ഡീസൻ്റ് ആയിരുന്നു. ഓക്കെ, അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഓക്കെ ആണെന്നാണല്ലോ പറയുന്നത്. സോ നെക്സ്റ്റ് സീരീസ് ഓഫ് കോണ്ടന്റിലോട്ടേക്ക് പോകാം. നാളെ ഇതേപോലെ ഇതേ സമയത്ത് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ആൻഡ് എനിക്കറിയാം ഇത് വളരെ ഒരു ഷോർട്ട് വീഡിയോ ആണെന്ന്. നമ്മളെന്തായാലും പ്ലാൻ ചെയ്തേക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം കോണ്ടന്റുകൾ പുഷ് ചെയ്യാം.
കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, അതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. ഇപ്പം ഗോപ്രോയും കൂടെ പോയ സ്ഥിതിക്ക് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുവാണെങ്കിൽ സമയം ഏകദേശം 10 മണിയായി. കടകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തുറന്നു വരുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട്. എന്താണെന്നൊന്ന് പോയി നോക്കാം. ആൻഡ് ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും ബാക്കിയുള്ള ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും സീൻ നോക്കിക്കേ. ഒരു സിംഗിൾ ഗരുഡൻ തൂക്കം വളരെ റാൻഡം ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ആൻഡ് ഇവിടുന്ന് ഞാനിങ്ങനെ പോകാൻ പോണ ഇവിടെ അടുത്തുള്ള ഒരു ലോക്കൽ മാർക്കറ്റിലോട്ടേക്കാണ്. ലോക്കൽ മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ഒരു ഇൻഫോർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കണം. മധുരൈ മീനാക്ഷി അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫുഡ് കോർട്ട് ഞാനെന്തായാലും നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, ബൈ. ഹോപ്പ് യു ഗൈസ് എൻജോയിങ് അവർ വീഡിയോ. ഇനി വരുന്ന വീഡിയോസ് എല്ലാം ബെറ്ററാക്കി കൊണ്ടുവരാം. എന്തായാലും ചെറിയ വിശേഷങ്ങളിലൂടെ മിനിറ്റ്സ് ഇൻ മധുരൈ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നാളെ ഇതേപോലെ ഈവനിങ് കൃത്യം 7 മണിക്ക് നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.